ഹായ് ഓൾ, വെൽക്കം ടു നീംസ് ക്യൂട്ടി ക്രോഷ്യ. ഇന്ന് നമുക്ക് ഒരു പീകോക്ക് ആപ്ലിക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഈ പീകോക്ക് ആപ്ലിക്ക് നമുക്കിതുപോലെ ഇയറിങ്സ് ചെയ്യാം, പിന്നെ നെക്ലേസസ് ചെയ്യാം, അതല്ലാതെ ഡ്രസ്സിൽ ആപ്ലിക്സായി യൂസ് ചെയ്യാം. അപ്പോൾ നോക്കാം. ഇവിടെ 1.75 mm ക്രോഷ്യ ഹൂക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫെദറിനനുസരിച്ച് കുറച്ച് കളേഴ്സ് വേണം. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പിന്നെ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ വേണം. ഇയറിങ്സും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സൈസ് ഹൂക്കും അതുപോലെ ചെറിയ നേരിയ യാൺസും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള യാൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കളർ പാറ്റേണിനനുസരിച്ച് ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അങ്ങനെ. ആദ്യം സെൻറ്റർ പോർഷൻ നമുക്ക് ഡാർക്ക് ബ്ലൂ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ആദ്യം മാജിക് റിങ് ഇടണം. മാജിക് റിങ് ഇടുന്നത് നോക്കിക്കോ. ഇതുപോലെ എക്സ് പോലെ ഇതുപോലെ 2 ഫിംഗറിനെ ചുറ്റിയെടുക്കുക. എന്നിട്ട് മേലത്തെ യാണ് അടിയിലത്തെ യാണിൻ്റെ അടുക്ക കൂടെ ഇതുപോലെ വലിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ആ യാണ് ഒരു ചെയിൻ ഇടുക. വലിച്ചെടുത്ത് ലൂപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് നോർമലി ചെയ്യുന്ന പോലെ ഇതുപോലെ നല്ല അതായത് ഒരു ചെയിൻ ഇടാം. ഒരു ചെയിനും കൂടി ഇടാം. അത് ഡബിൾ ക്രോഷ്യൻ്റെ ഹൈറ്റ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ 2 ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതേ ലൂപ്പിനകത്ത് 13 ഡബിൾ ക്രോഷ്യേസ് ചെയ്യണം. 13 ഡബിൾ ക്രോഷ്യേസ്. ഡബിൾ ക്രോഷ്യ, 2, ഇതുപോലെ 13 എണ്ണം നമ്മൾ ചെയ്തെടുക്കുക. അത് ചെയ്തതിന് ശേഷം കാണാം. ഓക്കെ, 13 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യാണ് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ചെയിനിലിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു ചെയിനിട്ട് ടൈറ്റൻ ചെയ്യുക. ഇപ്പം നമുക്കൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. സെൻറ്റർ പോർഷനിൽ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ യാണൊക്കെ ഇതുപോലെ തുന്നി ബാക്ക് സൈഡിൽ വൃത്തിയായി തുന്നി ചേർത്ത് ഹൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്കി ടെയിൽ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈ യാണ് നമ്മൾ ചെയ്തതിന് ശേഷമുള്ള യാണ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അതുപോലെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇപ്പം നെക്സ്റ്റ് യാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ബ്ലൂ കളറ്. അപ്പോൾ അത് ഒരു ചെയിൻ ഇട്ടിട്ട് സെയിം ഇതിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക, സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം സെൻറ്റർ പോർഷനിലിട്ട് ഒരു ലോങ് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സെൻറ്റർ ഹോളുണ്ടല്ലോ, നമ്മൾ ആദ്യം മാജിക് ലൂപ്പ് ഇട്ട ആ ഒരു ഹോളിലേക്ക് ഇട്ടിട്ട് ലോങ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ലോങ് സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 3 തവണ ചെയ്തെടുക്കണം. ഓൾട്ടർനേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യയും ഒരു ലോങ് സിംഗിൾ ക്രോഷ്യയും ചെയ്തെടുക്കണം.
ഇതുപോലെ 3 തവണ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. One single crochet, one single crochet increase, one single crochet, one single crochet increase. അതുപോലെ ഈ റോ മൊത്തം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അതുപോലെ കംപ്ലീറ്റ് ഈ റോ മൊത്തം അതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലോട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടെയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഹൈഡ് ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് നെക്സ്റ്റ് റോ ചെയ്യാം. ഓക്കെ, അങ്ങനെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ മയിൽപ്പീലിൻ്റെ ഐ പോർഷൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റ് ഓറഞ്ച് കളറ് നെക്സ്റ്റ് നമുക്ക് ചേർത്തെടുക്കാം. അത് ഓക്കെ, പുതിയ കളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 5 സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അതിനുശേഷം 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യാം. അതിനുശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരേ ചെയിനിൽ നമ്മൾ 2 തവണ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിനുശേഷം അടുത്ത 2 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത 2 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മയിൽപ്പീലിൻ്റെ ആ ഷേപ്പ് കിട്ടണമല്ലോ. അപ്പോൾ ടോപ്പ് പോർഷനിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. നെക്സ്റ്റ് നമുക്കൊരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ആ ടോപ്പ് സ്റ്റിച്ച് എത്തുമ്പോൾ അതിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ടോപ്പ് മോസ്റ്റ് സ്റ്റിച്ചിൽ ഒരേ സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. മൂന്ന് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഇപ്പോൾ ചെയ്തതിൻ്റെ റിവേഴ്സ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ നെക്സ്റ്റിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, അടുത്ത ഒന്നിലും കൂടെ ഡബിൾ ക്രോഷ്യ ചെയ്യണം. പിന്നെ നെക്സ്റ്റിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമുക്കപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഓവൽ ഷേപ്പ്, ആ മേൽഭാഗത്തൊരു ഹാഫ് ഓവൽ ഷേപ്പ് കിട്ടുന്ന പോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫാസൺ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ ആയിട്ടുണ്ട്. സി നെക്സ്റ്റ് ലൈറ്റ് ഗ്രീൻ ആണ്. അതിനുശേഷം അത് നമ്മൾ സെക്കൻഡ് DC ചെയ്തില്ലേ, രണ്ടാമത്തെ DC ചെയ്ത് അവിടെ ജോയിൻ ചെയ്യാം. ഡബിൾ ക്രോഷ്യ ഇട്ട സ്ഥലം ഉണ്ടല്ലോ ഈ സൈഡിൽ, അവിടെ ജോയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് 10 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. നമ്മൾ ലോങ് സിംഗിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതിന് പാരലലായിട്ട് മിഡിൽ പോർഷനിൽ വരുന്നവർക്കും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഓക്കെ, ഓൾമോസ്റ്റ് സെൻറ്റർ പോർഷൻ എത്തിയിട്ടുണ്ട്. ആ സെൻറ്റർ പോർഷനിലുള്ള സ്റ്റിച്ചിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യയും ഒരു ചെയിനും ഒരു സിംഗിൾ ക്രോഷ്യയും, സെയിം സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യയും ഒരു ചെയിനും ഈ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ചെയിന്, ഒരു സിംഗിൾ ക്രോഷ്യ. ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ടോപ്പ് പോർഷൻ എത്തുമ്പോൾ വീണ്ടും ട്രിപ്പിൾ ക്രോഷ്യ, സെക്കൻഡ് ട്രിപ്പിൾ, സെൻറ്ററിലുള്ള 3 ട്രിപ്പിൾ ക്രോഷ്യയിൽ അതിൻ്റെ സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ചെയിന്, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. അതുപോലെ ചെയ്യുക. ബാക്കിയുള്ള സ്റ്റിച്ചസിലൊക്കെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. സോ അങ്ങനെ 4th റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ടൈറ്റൻ ചെയ്യും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റോ നമുക്ക് ഡാർക്ക് ഗ്രീൻ വെച്ച് ചെയ്യണം. നമ്മൾ ആ ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ ചെയിൻ സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഒരു 2 സ്റ്റിച്ച് മുന്നേ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ ചെയിനിലൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതുപോലെ 2 എണ്ണം ചെയ്തിട്ട് പിന്നെ ആ ചെയിൻ ഇട്ട സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും ഒരു ഡബിൾ ക്രോഷ്യയും ചെയ്യണം. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്തതായിട്ട് 2 ചെയിൻ ഇട്ടിട്ട് പീക്കോട്ട് സ്റ്റിച്ച് ഇടണം. പീക്കോട്ട് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഡബിൾ ക്രോഷ്യൻ്റെ അവിടെ 2 ലൂപ്പ് കാണുന്നുണ്ടല്ലോ, ഇവിടെ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. 2 ചെയിൻ ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം, ഒരു പീക്കോട്ടായി. അതിനുശേഷം ഒരു ഡബിൾ ക്രോഷ്യയും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും അതേ സ്റ്റിച്ചിലിടണം. നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു പിക്കോട്ട്, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇത്രയും ആ ഒരു സ്റ്റിച്ചിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതിനുശേഷം അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ ഡബിൾ ക്രോഷ്യയിൽ
സെൻറ്ററിൽ ചെയ്ത പോലെ ഒരു പീക്കോട്ട് സ്റ്റിച്ച് ചെയ്യണം. 2 ചെയിൻ ഇട്ടിട്ട് ഒരു പീക്കോട്ട് ചെയ്യണം. ഇതുപോലെ പീക്കോട്ട് സ്റ്റിച്ച് ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷയും പീക്കോട്ടും ചെയ്യണം. ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. അടുത്തതിലൊരു ഡബിൾ ക്രോഷേ പീക്കോട്ട്. അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ടോപ്പ് പോർഷനിലെത്തുന്നത് വരെക്കും ചെയ്തെടുക്കുക. എണ്ണി നോക്കിയാൽ നമുക്ക് 8 പീക്കോട്ട് കാണാൻ പറ്റും. 8 പീക്കോട്ട് സ്റ്റിച്ചസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ടോപ്പ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. ആ ചെയിൻ 1 സ്പേസിൻ്റെ അകത്ത് ഇനി 2 ഡബിൾ ക്രോഷേ ചെയ്യണം. 2 ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഒരു പീക്കോട്ട് സ്റ്റിച്ച് ചെയ്യുക. അതേ ഇതിൽ വീണ്ടും 2 ഡബിൾ ക്രോഷേ ചെയ്യും. സെയിം സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ പീക്കോട്ട് 2 ഡബിൾ ക്രോഷേ അങ്ങനെ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷേ പീക്കോട്ട് 2 ഡബിൾ ക്രോഷേ. ഇനി ഈ സൈഡ് പോലെ ഡബിൾ ക്രോഷേ പീക്കോട്ട്, ഒരു ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ പീക്കോട്ട്, ഒരു ഡബിൾ ക്രോഷേ, അങ്ങനെ കംപ്ലീറ്റ് റോ നമുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പീകോക്ക് അപ്ലിക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ബേബി ഡ്രസ്സസിൽ, ഷോൾസിൽ, ഇയറിങ്സിൽ ഒക്കെ നമുക്ക് തുന്നി ചേർക്കാം. ഞാനിപ്പോൾ 2 ഇയറിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അടുത്ത ഒരു നെക്ലേസിന് പെൻഡൻ്റായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസ് ഹൂക്കാണ്, 1.75. ഇയറിങ്സ് ചെയ്തത് 0.7 mm ക്രോഷേ ഹൂക്ക് വെച്ചാണ്. അത് കുറച്ച് ചെറുതായിട്ട് കാണുന്നത്. സോ സൈസ് നമുക്ക് നീഡിൽ സൈസ് വെച്ച് ഇൻക്രീസ് ചെയ്തെടുക്കാം. സോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.